കല്യാടിലേക്ക് പോകുന്നു. അർജുൻ കല്യാട്, ഈ അറസ്റ്റ് എങ്ങനെയായിരുന്നു? ഇയാൾ തൃശൂരിൽ പോലീസിനെ വെല്ലുവിളിച്ച് പുറത്തു വന്ന ദൃശ്യങ്ങൾ, അതിനുശേഷം സഹോദരനടക്കം കസ്റ്റഡിയിലായ സാഹചര്യം, അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ കണ്ണൂരിലേക്ക് പോലീസ് കേന്ദ്രീകരിച്ചത്? എങ്ങനെയാണ് ഇയാൾ പിടിയിലാകുന്നത്? തീർച്ചയായിട്ടും, അതായത് എറണാകുളത്ത് അർജുനാങ്കി ഉണ്ട് എന്നുള്ള വിവരം, അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് എറണാകുളത്ത് വെച്ചാണ്. എറണാകുളത്ത് നിന്ന് തന്നെ പോലീസ് സംഘം അർജുനാങ്കിയെ പിന്തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ അർജുനാങ്കിയെ ഓവർടേക്ക് ചെയ്യാൻ, കാരണം അർജുനാങ്കി എത്തുന്ന സ്ഥലത്ത് ഓവർടേക്ക് ചെയ്ത് പോലീസിന് അർജുനാങ്കിയെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അവസാനം കണ്ണൂരിലേക്ക് എത്തിയ ഘട്ടത്തിലാണ് കണ്ണൂരിൽ അർജുനാങ്കി ഉണ്ട് എന്നുള്ള ഒരു രഹസ്യ വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൽ അർജുനാങ്കി പോവാൻ സാധ്യതയുള്ള പലയിടങ്ങൾ, പല കേന്ദ്രങ്ങൾ, പല ഒളിത്താവളങ്ങൾ, പല വ്യക്തികൾ, അങ്ങനെ പലരിലേക്കും അന്വേഷണം കടന്നു. കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഇന്നലെ തന്നെ കണ്ണൂരിലെ പല പോലീസ് സ്റ്റേഷനുകളായി അർജുനാങ്കിയുമായി ബന്ധമുള്ള പലരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ആ ഘട്ടങ്ങളിലൊന്നും തന്നെ പോലീസിന് കൃത്യമായ രീതിയിൽ എവിടെയാണ് അർജുനാങ്കി ഉള്ളത് എന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. പക്ഷേ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ചില വിവരങ്ങൾ, ചില നിർണായകമായിട്ടുള്ള ചില സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. തളിപ്പറമ്പിൽ അർജുനാങ്കി ഉണ്ട്, അവിടെ ഒരു ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു. അവിടെ നിന്നും ഒരു ഓട്ടോയിൽ അർജുനാങ്കി ചുടല ഭാഗത്തേക്ക്, അതായത് തളിപ്പറമ്പിൽ നിന്നും പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന പരിയാരം മെഡിക്കൽ കോളേജ് എത്തുന്നതിന് മുമ്പുള്ള തളിപ്പറമ്പിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ചുടല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ അർജുനാങ്കി സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് പോലീസ് വിപുലമായ രീതിയിലുള്ള ഒരു അന്വേഷണം ആ മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്നത്. അങ്ങനെ ഒരു ചുവന്ന നെക്സോൺ കാറിൽ അർജുനാങ്കി അവിടെ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നു. പിന്നീട് ആ ചുവന്ന നെക്സോൺ കാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ കണ്ണൂർ താളിക്കാവിലുള്ള ഒരു അപ്പാർട്ട്മെന്റിന് സമീപത്തേക്ക് പോലീസിന്റെ അന്വേഷണം എത്തിച്ചേർന്നത്. അവിടെ ഇന്നലെ ഉച്ചയ്ക്ക് 3:41 തന്നെ അർജുനാങ്കി ഈ അപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്ന ഒരു CCTV ദൃശ്യങ്ങൾ കൂടി നമുക്ക് പുറത്തുവിടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ശേഷം ഇന്ന് പുലർച്ചെ 1:45 ആ സമയത്താണ് ഈ പോലീസ് സംഘം 1:25 ഈ അപ്പാർട്ട്മെന്റിന്റെ പരിസരത്തേക്ക് പോലീസ് സംഘം എത്തുന്നത്. 2 വാഹനങ്ങളിലായാണ് ഈ പോലീസ് സംഘം ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. ആ സമയം വരെയും അർജുനാങ്കി ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനോ തയ്യാറായിട്ടില്ല. ആ അപ്പാർട്ട്മെന്റിനകത്ത് തന്നെയായിരുന്നു അർജുനാങ്കി ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇന്നലെ അർജുനാങ്കിയുടെ ഒരു ദീർഘ വീഡിയോ പുറത്തു വന്നിരുന്നു. അതുൾപ്പെടെ ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് ചിത്രീകരിച്ചതാവാനാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇന്നലെ 1:25 അപ്പാർട്ട്മെന്റിന് സമീപത്തേക്ക് പോലീസ് സംഘം എത്തുന്നു. വിപുലമായിട്ട് സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കിയിരുന്നു. കൂടുതൽ സേനാംഗങ്ങളെ ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിൽ, ഒരു സംഘടനത്തിന്റെ ഘട്ടത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കസ്റ്റഡിയിലെടുക്കാൻ പാകത്തിലുള്ള ഒരു സേനാംഗങ്ങളെ സെറ്റ് ചെയ്ത് പോലീസ് സജ്ജമാക്കി വെച്ചിരുന്നു. അതിനുശേഷം 2:45 അർജുനാങ്കിയെ ആ അപ്പാർട്ട്മെന്റിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. പിന്നീട് വൈദ്യപരിശോധന പൂർത്തിയാകുന്നു. ആ ഘട്ടത്തിലും അർജുനാങ്കിക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. അർജുനാങ്കി പറഞ്ഞത് കടലിൽ കാണാതായവരെ കിട്ടിയോ എന്നുള്ള ചോദ്യമാണ് അർജുനാങ്കി മാധ്യമപ്രവർത്തകരോട് ഉൾപ്പെടെ ചോദിക്കുന്ന, പോലീസിനോട് ഉൾപ്പെടെ ചോദിക്കുന്ന തരത്തിൽ പ്രതികരണമായി നടത്തിയിട്ടുള്ളത്. ആ തരത്തിൽ ഒരു കൂസലുമില്ലാതെ താൻ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, താൻ ഇത്തരത്തിൽ ഒരു സ്റ്റേറ്റിനെ, അതിന്റെ പോലീസ് സംവിധാനത്തെ, നിയമ സംവിധാനത്തെ ആകെ വെല്ലുവിളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോധവുമില്ലാത്ത തരത്തിലായിരുന്നു അർജുനാങ്കിയുടെ പ്രതികരണം എന്ന് പറയുന്നത്. എന്തായാലും ആ കേസിൽ അർജുനാങ്കി അറസ്റ്റിലായിരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ അർജുനാങ്കിയെ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നുള്ളതാണ്. ശരി, കോടതിയിൽ ഹാജരാക്കുമ്പോഴും ഇയാൾ വെല്ലുവിളി തുടരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും രാവിലെ വളരെ കൂളായി പത്രം വായിക്കുന്ന ദൃശ്യങ്ങളടക്കം, അതും ജന്മഭൂമി പത്രം പോലീസ് സ്റ്റേഷനിൽ വായിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്.